പേടിക്കാനൊന്നും നിൽക്കണ്ട. പറ്റുവാ. ഹലോ ഹലോ കേക്കാമോ കേക്കാമോ? ഹലോ ഹലോ ബ്രോ കേക്കാമോ? കേൾക്കുന്നില്ല. ഹലോ. അപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇച്ചിരി മുമ്പേ. അപ്പൊ നമ്മള് മെജോറിറ്റി ഓഫ് ദി ആളുടെ ഡൗൺ ആയി. നമ്മളൊരു പപ്പടം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് ലൈവ് ഉണ്ടായിരുന്നത്? പപ്പടം. എന്നിട്ട് ഫ്ലഫി ആണല്ലോ ഇത് ഇട്ടത്. എന്തിന്? അല്ല അത് ഞങ്ങള് ഇവിടെ ഞങ്ങൾക്ക് അതിന്റെ ഇത് അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷൻ. ബ്രോ ഞാൻ ചോദിക്കട്ടാ, നിങ്ങൾ ഗാങ്ങിൽ എത്ര പേരുണ്ട്? ഞങ്ങളെ ഗാങ്ങില് 27. അതിൽ എത്ര ഇന്നലെ ഇപ്പൊ കുറെ ആൾക്കാർ നിങ്ങൾ റിക്രൂട്ട്മെന്റ് എടുത്തത്? അതെ ഇന്ന് റിക്രൂട്ട്മെന്റ് എടുത്തത്. അവരൊക്കെ നിങ്ങളുടെ ഗാങ്ങിൽ ഉള്ളതാണോ? നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, മനസ്സിലായി. പുറത്ത് നമ്മള് റിക്രൂട്ട്മെന്റ് ലൈവ് നമ്മളെ കണ്ടില്ലായിരുന്നു, അതാ ചോദിച്ചത്. അല്ല അത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ. അതാ എനിക്ക് അറിയത്തില്ല. സരക്കേ, നമ്മൾ നോക്കിയപ്പം ഇതില് ഗാങ്ങിന് പുറമെ സിറ്റിസൺസ് ആണ്. ഇല്ല അത് നിങ്ങൾ പുറത്ത് ചോദിച്ചാൽ വേണമെങ്കിൽ അഡ്മിൻസിന്റെ അടുത്ത്. സിറ്റിസൺ ഡ്രസ് ഉള്ള ആരുമില്ല. ആര് കയറാൻ ഇവിടെ? ഇല്ല ആരുമില്ല. നമ്മൾ അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ പക്ഷെ നമുക്കിപ്പോ ഇവിടെയും നമുക്ക് അറിയേണ്ട ഒരു കാര്യമില്ല. ഇല്ല, നമ്മളെല്ലാരും റീ ഡ്രസ് ഇട്ടവരെ കളിച്ചിട്ടുള്ളൂ. ഡ്രസ് ഇട്ടവരെ കളിച്ചിട്ടുള്ളൂ. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അഡ്മിനടുത്ത് ചോദിച്ചാൽ പറഞ്ഞത് അതല്ല. അതായത് ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ പുതിയ നിങ്ങളായിട്ട് മെമ്പേഴ്സിനെ കയറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് അത് അറിയേണ്ട ഒരു പ്രോപ്പർ ഇതിനാണ് ഗ്യാങ് ചാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചേക്കുന്നത്. ഏത് ഗ്യാങ് ചാറ്റ്? ഗ്യാങ് ചാറ്റ് നമ്മളിപ്പോ സാറ്റലൈറ്റ് ഒരു ഗ്യാങ് ചാറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. മനസ്സിലായി. അത് തന്നെയാ പറഞ്ഞത്. പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഓൾറെഡി ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ. പുറത്ത് അറിയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അഡ്മിനടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടാണ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി, ഞങ്ങള് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. സിറ്റുവേഷൻ വന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കാണിക്കാറ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞങ്ങള് വേറെ വിളിക്കാം. നമ്മുടെ ഈ വേറെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, അതാണ് പറയുന്നത്. അതെന്താ പറ്റി? അല്ല, നമ്മുടെ ആൾക്കാർ കുറവുണ്ടായിരുന്നേ. അല്ല, വാറ വിളിക്കാൻ 15 നമ്മുടെ ആൾക്കാർ കുറച്ച് പോയിരുന്നു, അതാണ്. അതെന്ത്? അതുകൊണ്ട് അല്ല, ഒന്നാമത്തെ കാര്യം അല്ല, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നിങ്ങളിൽ അധികം സിറ്റിസൺസ് ആണ്. അവര് നമുക്ക് ഒരിക്കലും ഞാനിവിടെ ബ്രോ കോഹ്ലിയോട് സംസാരിക്കണ്ടേ ഫ്ലഫി? അല്ല, ഞാൻ ലീഡറാണ്, കോ ലീഡർ അല്ല. സോറി, ലീഡറിന്റെ അടുത്ത് ഞാൻ സോറി ഞാൻ ലീഡറിനെ സംസാരിക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളെ ഇതിൽ നോക്കുമ്പോൾ അതില് ഇറങ്ങിയിരിക്കുന്ന എത്ര 5 6 എത്ര പേര് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ല, ഞാനൊരു കാര്യം പറയാട്ടോ. സിറ്റിസൺ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിനെ വിളിച്ച് ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്പോഴും അഡ്മിൻസും പറയണേ ഞങ്ങൾ ഇവിടെ സിറ്റിസൺസ് വെച്ചാൽ കളിച്ചെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വാർ അക്സെപ്റ്റ് ചെയ്യണ്ട. പ്രശ്നം തീർന്നില്ലേ? ഇത് ഞങ്ങളല്ലാതെ ഇതിന്റെ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് അല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങള് വാറ് കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ആളില്ല എന്ന് പറയാനായിട്ട് ഇവിടെ പ്രീ വാറ് കളിച്ചിട്ട് നിങ്ങൾക്ക് ആളില്ല എന്ന് പറയുന്നത് ഒരു ഇതല്ലല്ലോ ബ്രോ. ഓൾറെഡി നിങ്ങൾ ആളുടെ റീസൺ മാത്രമല്ല, നമ്മളെ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങിയ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്തു. നിങ്ങൾ അഡ്മിൻസിനെ വിളിച്ച് ക്ലിയർ ചെയ്തു. ഞങ്ങൾ ചോദിച്ചോ ഞങ്ങളെ വെയിറ്റ് ചെയ്യണം. പറഞ്ഞോ ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു സെക്കൻഡ്. നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു. അഡ്മിനടുത്ത് ചോദിച്ചു ക്ലാരിഫൈ ചെയ്തു. നിങ്ങൾ അതല്ല നമ്മളെ ഇവിടെ ഇടയിലായിട്ട് ഒരു കൺഫ്യൂഷൻ വന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഒരു സെക്കൻഡ്. കാരണം ഈ മെമ്പേഴ്സിന്റെ കേസ് നേരത്തെ മറ്റേ സിറ്റുവേഷന്റെ ഇടയിൽ വന്നപ്പോ, കാരണം നിങ്ങളുടെ ഇപ്പോ പുതിയതായിട്ട് എടുത്ത ആരെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അതിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ വന്നായിരുന്നു. ഞങ്ങൾ സിറ്റിസൺസ് എല്ലാരെയും ഗ്യാങ് ഡ്രസ് ഇട്ടുള്ളവരെ ഇറങ്ങിയിട്ടുള്ളൂ. അത് ഓൾറെഡി വെളിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ മനസ്സിലായില്ലേ, നമ്മൾ റിവീൽ ആക്കുന്ന സീൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് റിവീൽ ആക്കി. അത്രേ ഉള്ളൂ. നിങ്ങൾ മറ്റേ പുറത്ത് റിവീൽ ചെയ്ത് സമ്മതിച്ചു. പക്ഷെ നമ്മളിപ്പോ ഒരു പുതിയ ആൾക്കാരെ ഇതാക്കുമ്പോ ഇപ്പൊ നമ്മള് ഞാൻ ഇവിടെ ഇട്ടല്ലോ, ചാറ്റിൽ ഇട്ടല്ലോ. മേ ബി അതുകൊണ്ടായി. ഇവിടെ സൈഡിൽ ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓൾറെഡി ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയ മെമ്പേഴ്സിന്റെ പേരെല്ലാം ചാറ്റിൽ ഇപ്പൊ വാർണേഴ്സ് അല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് നിങ്ങൾ പോവല്ലേ? ഇല്ല ഞങ്ങൾ ഒരു സെക്കൻഡ് ഇപ്പൊ തന്നെ സെറ്റാക്കാം. ഹലോ, താല്പര്യമില്ലേ നിനക്ക്? എന്താടാ നമ്മളില്ലടാ വാറില്? നീ വാറില്ലേ? സ്ഥിരം പരിപാടിയാണെന്നാണല്ലോടാ കേട്ടത്.
ആര് നമ്മളാ? നിങ്ങള് നമ്മളങ്ങനത്തെ പണിയില്ല മച്ചു. എന്നാ പിന്നെ അടിക്കാൻ അറിയാലോ. പറഞ്ഞേര്. വേറെ വിളിക്കാം ബാ. അറിയത്തില്ല അല്ല ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇറങ്ങാറില്ല. അവര് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു ഇറങ്ങത്തില്ല. കണ്ണ് കെട്ടാണ്ട് ഇത് വേണ്ടി വെച്ചിരിക്കണേ. വേണ്ട കേട്ടാ നീ പെരി ബിയറിലോട്ട് വേണം നീ. അളിഞ്ഞ് അവരളിഞ്ഞ് ഓടിയതുണ്ടാ. വേറെ ഒരു കേസ് ഉണ്ട് എണ്ണ. അതായത് ഇപ്പൊ ഇവന്മാര് അതായത് വാർക്ക് ഇവർക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് വാർ റിജക്റ്റ് ആക്കുവാന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് അങ്ങ് പൊക്കോണം. അങ്ങനത്തെ രീതിയിൽ എന്തോ ഉണ്ട്. അങ്ങനെ ഉണ്ടോ? അവര് സോറി എന്തൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് വാർ എന്തായാലും വേണം. അവന്മാര് സോറി പറയണോ, അല്ലെങ്കിൽ വാർ റിജക്റ്റ് ആക്കണം. അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഒരാളുടെ അടുത്ത് ചോദിക്കണം. സോറി പറയാനാ അമ്മരാ ചെയ്യൂ. അത്രയ്ക്ക് അവരത് ചെയ്യില്ല. അവരല്ല വാർ എന്തായാലും നമുക്ക് അടിക്കണം. വാർ അടിക്കണതിന്റെ അല്ല, ആ റിജക്ട് ചെയ്യണം. അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. റിജക്ട് ചെയ്യാനായിട്ട് റീസണും ഇല്ലല്ലോ. നമ്മൾ എന്തിനാണ് ഇതിൽ റിജക്ട് ചെയ്യാനായിട്ട് എന്താണ് റീസൺ ഉള്ളത്? എല്ലാം ഉണ്ടല്ലോ, പ്രോപ്പർ ആയിട്ടല്ലേ വേറെ വിളിച്ചത്. സ്വഭാവമാണെന്നാണ് ഇത് കേട്ടത്. അല്ല ഇത് എല്ലാരും എടുത്തും എന്തേരും എടുത്തും എല്ലാം ഇത് തന്നെയാണെന്നാണ് കേട്ടത്. വാറടിക്കൂല, വാറടിക്കാൻ പേടി. അല്ലെങ്കിൽ 15 അണ്ണ ഈ 10-20 പേര് വരുമ്പോഴത്തേക്കും ലക്കാണ്. ഈ 15 പേര് വെച്ച് അടിക്കാൻ ലക്ക് പേടിയാണ് ഇമാർക്ക്. അതാണ് സംഭവം. അതിപ്പോ ഏത് ഗ്യാങ് ആയാലും ഇല്ല, ഈ നാശം പിടിച്ച പിയാലും പറയും പോണം വരും ഒരുമാതിരി വെറുപ്പറയാണ് വെച്ച് മനസ്സിലായി. പിയോ ഇല്ലായിരുന്നല്ലേ എന്റെ പിയോ എടുത്ത് നോക്കിയത് വെറുക്കും. അണ്ണ നമ്മടെ കണ്ടില്ലല്ലോ, ഞങ്ങളുടെ ഫ്രണ്ടില് എല്ലാരും അനങ്ങാണ്ടിരിക്കണ്. ഞാനാണെങ്കിൽ എന്റെ മാതിരി കോൾ ഔട്ടും ഇല്ല, മനസ്സിലായില്ലേ എന്തിനു പറ്റിയെന്ന് അറിയാൻ. നിങ്ങളും ഇല്ല, അവര് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ രണ്ടുപേരെ അടിക്കാൻ നോക്കി, പറ്റുന്നില്ല. നിങ്ങൾ പോവാണ് നടന്ന്. എന്റെ മൈൻഡ് പോലും വെക്കുന്നില്ല അടിക്കാൻ. അത് ഇതുണ്ടോ പി എന്റെ ഇഷ്യൂ ആയിരുന്നു? എനിക്കറിഞ്ഞൂടാ. എന്നിട്ട് തന്നെ വേറെ ഏതോ സൈഡിൽ നിന്ന് അടിച്ചിട്ട്. പക്ഷെ നിങ്ങൾ ആരെയും ഞാൻ കണ്ടില്ല കേട്ടോ എന്റെ പി ഒയില്. നിങ്ങൾ ഇന്നിപ്പോ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത് ഇന്നാണല്ലോ? അല്ല അല്ല മെമ്പേഴ്സിനെ ആഡ് ചെയ്തല്ല, ഇവിടെ അതല്ല നമ്മളിപ്പോ സാറ്റലൈറ്റില് ഇപ്പൊ ഈ മെമ്പേഴ്സിനെ നമ്മളിപ്പോ എത്ര പേര് നമ്മുടെ ഗ്യാങ്ങിൽ ഇടുന്ന് ഇപ്പൊ ഇതാക്കണല്ലോ. അപ്പൊ അത് നിങ്ങൾ ഇന്നായിരുന്നോ ചെയ്തെന്നാണ് ചോദിച്ചത്. ഇവിടെ മീൻസ് നിങ്ങള് ഇവിടെ സിറ്റിയുടെ അകത്ത് റിവീൽ ചെയ്തെന്നാണ്, അല്ലാണ്ട് സിറ്റിയുടെ അകത്തല്ല. അല്ല ഡിസ്കൗണ്ട് സാറ്റലൈറ്റ് ആണെങ്കിൽ അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിവീൽ ചെയ്യേണ്ടെന്ന് അഡ്മിനോട് ഓൾറെഡി പറഞ്ഞു വെച്ചത് മനസ്സിലായി. അവര് അതായത് നിങ്ങളിപ്പോ സൺഡേ അപ്ഡേറ്റ് ചെയ്തായിരുന്നു, അതിനുശേഷം അങ്ങനെ ഇന്നത്തേക്ക് നമ്മൾ ചെയ്തേ ഉള്ളൂ. അല്ലാതെ അത് അല്ലെങ്കിൽ പിന്നെ അവിടെ മനസ്സിലായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലായി. അതല്ല അത് കൺഫേം ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്തിട്ട് അത് നിങ്ങളോട് അഡ്മിനോട് ചോദിച്ചാൽ അഡ്മിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അറിയാം, അത് ഞങ്ങൾക്ക് അറിയാം. അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ അത് പറഞ്ഞു അഡ്മിനോട് ഇതായിരുന്നു ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചാണ്. അതെ പരിപാടി, അതെ ഇവിടത്തേക്ക് എനിക്ക് ഇന്നത്തേക്ക് മാറ്റി വെച്ചതേ ഉള്ളൂ. അഡ്മിനോട് ഓൾറെഡി ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അഡ്മിനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയാലും മതി. പെട്ടെന്ന് മാന്യനെ ഇത്ര ഒരു മാന്യത ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഭയങ്കര മാന്യൻ. ഗ്രാഫിക്സ് അത് ഇട്ടിട്ട് കൊള്ളൂല. പക്ഷെ സാധനം ഞാൻ സെറ്റ് ആക്കി തരാം. ഇനി അണ്ണന് ഇരുട്ടേ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാധനം സെറ്റ് ആക്കി തരാം. ഇവരത്ത് അല്ല അത് കുഴപ്പമൊന്നുമില്ല. എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് ഇതാണ് ഇത് സത്യം പറഞ്ഞാൽ അഡ്മിനോട് നമ്മൾ പറയേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഇവര് പിന്നെ സിറ്റിസൺസ് കളിച്ചു എന്നൊക്കെ അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് അതിന്റെ ആവശ്യമില്ല എന്നാ, നോക്കേണ്ട ആവശ്യമില്ല. സത്യം വരുന്ന ഒരു പറഞ്ഞു നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ പ്രോപ്പർ ആയിട്ടൊരു സാധനം തന്നിട്ടില്ല. അപ്പം അവര് സാധനം തന്നിട്ടില്ലെന്ന് ഇല്ല, നിങ്ങൾ പറഞ്ഞ സാധനം അവര് നമുക്ക് തന്നിട്ടില്ല. എങ്ങനെ തന്നിട്ടില്ലെന്ന് ബ്രോ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി അതിൽ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അവിടുത്തെ അഡ്മിൻസിന് അറിയാമല്ലോ അത്. അവർ അഡ്മിൻ വന്നപ്പോ നമ്മൾ പറഞ്ഞപ്പോ അവർ അതല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പറഞ്ഞ സാധനം അല്ല അവർ പറഞ്ഞത്. പേരെന്തോ പറഞ്ഞിട്ട് അവര് പോയി. എന്തിനു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളി, നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കാം. ഈ റോളിന്റെ കേസ് നമ്മള് അപ്ഡേറ്റ് ചെയ്ത കേസ് അവിടെ വെളിയിലത്തെ ഏത് അഡ്മിനായിട്ടായിരുന്നു ഇതാക്കിയതെന്ന് ഇതൊന്ന് ക്ലിയർ ആക്കി ഇവിടെ. മറ്റേ റോളിന്റെ കാര്യം അപ്ഡേറ്റ് പുറത്ത് ചെയ്തില്ലേന്ന് ഓൾറെഡി. അതിന്റെ കേസ് മാനേജ്മെന്റ് കേട്ടാണ്. ഓക്കെ അത് ഇപ്പൊ ഇവർക്ക് ക്ലിയർ അല്ല എന്നത് സംഭവം. സംസാരിക്കട്ടെ.
അതൊന്ന് ക്ലിയർ ആക്കി ഇവർക്ക് മാനേജ്മെന്റ് ഫുള്ളിന്റെ അടുത്താണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വന്ന അഡ്മിൻ ഇവർക്ക് അതിന് കൺഫർമേഷൻ കൊടുത്തില്ലെന്ന് അങ്ങനെ എന്തോ. ഈ അവിടുത്തെ നന്ദു എന്ന് പറയുന്ന ഒരു പുറത്ത് മനസ്സിലായില്ലേ, പുറത്തെ പേരതാണ്. അപ്പം ബ്രോ അതല്ല ബ്രോ ഇവിടെ ഒരു സംഭവം വെച്ചാൽ ഇവിടെ ശനിയാഴ്ച ഒരു എനിക്കറിയാം ബ്രോ, അതല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് എനിക്കത് അറിയാതിരിക്കും. കോമൺ ആയിട്ട് കാണുന്നിടത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഇല്ല ബ്രോ, അത് പറഞ്ഞല്ലോ നമ്മള് ഇവിടെ ഇതൊരു ഇതായി ചെയ്യുന്ന സമയത്ത് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ചോദിക്കാം ഇത് വിളിക്ക് ദൈവത്തിന് നിങ്ങൾ വിളിച്ചാ, നിങ്ങൾ ഹെൽപ്പ് ഇട്ടുണ്ടോ? നമ്മൾ സംസാരിച്ചായിരുന്നു. അവര് പറഞ്ഞതാണ് നമ്മളിപ്പോ ഞങ്ങള് തന്നെ വെറുതെ പറയല്ലോ, ഞങ്ങളതാ പറഞ്ഞ നിങ്ങൾ അത് ഉറപ്പായോണ്ടല്ലേ ഞങ്ങൾ നിങ്ങളത് അങ്ങനെ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് സിറ്റുവേഷൻ എടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ വരൂലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയും പേര് സിറ്റുവേഷൻ ഞങ്ങൾ എടുക്കൂലല്ലോ. ബ്രോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിപ്പോ ഗ്യാങ് മീറ്റിംഗ് അല്ലേ, നമ്മുടെ അകത്തെ മീറ്റിംഗ് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഇതെന്തായാലും റോങ് ആയിട്ട് അടിക്കുവാണെങ്കിൽ വെളിയിൽ എന്താന്ന് വെച്ചാൽ വലിക്കുക. അപ്പൊ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന കാര്യം സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ സാറൊക്കെ അകത്ത രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതില് മീറ്റിംഗ് വിളിച്ചത് ഫ്ലഫിയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. മീറ്റിംഗ് വിളിക്കണം നിങ്ങള് അങ്ങനെ രീതി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രീതി പറഞ്ഞത്. അകത്ത രീതി നോക്കുവാണെങ്കിൽ നോക്കിയാലും പറ്റൂല എന്നാണ് പറയണത്. ലാസ്റ്റ് എവിടെ കേട്ടോ അവൻ പറയണത്? അവൻ പറഞ്ഞു കേട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് കത്തിപ്പോയി. ഇല്ലല്ല ഞാൻ പിക്ക് ചെയ്ത് അണ്ണാ ഇവൻ മറ്റേ ജോസൂട്ടി ഉണ്ടല്ലേ, അവൻ വന്നിട്ട് പറഞ്ഞു അഡ്മിൻ, അതായത് എന്താ പറയാ ഇങ്ങനെയാണ് പറഞ്ഞ അങ്ങനെയാണ് പറഞ്ഞത്. ഞാനൊന്നും അഡ്മിനെ വിളിച്ചിട്ട് അഡ്മിൻ വന്നിട്ടില്ല. ഇവ അഡ്മിനോട് സംസാരിച്ചോ തന്നെ ഒരു ഡൗട്ട്. ചുമ്മാ അവിടെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചു. ലാസ്റ്റ് എന്നിട്ട് ഫഫി പറഞ്ഞു കളിക്കാതിരിക്കാൻ വേണ്ടി 1001 റീസൺ ഒക്കെ പറഞ്ഞേ. ഇല്ല ലാസ്റ്റ് ഫ്ലഫി പറഞ്ഞ്, അതായത് നമുക്ക് ബെല്ലാരി അന്തേരി അവരൊക്കെ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ അതായത് പ്രീ വാർ കളിച്ചിട്ട് വാർ അടിക്കാണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോസെട്ടിക്കൊക്കെ പൊട്ടി. ജോസെട്ടി എന്നിട്ട് പറയുന്നത് അതായത് ഓ അങ്ങനെയാണോ, ആ ഫസ്റ്റ് ദിവസം എന്നാ ഞാൻ പറയാം, നീയാണ് മറ്റേ വാർ ചാറ്റ് ഇട്ടത് മീറ്റിംഗ് വിളിക്കാൻ, അത് പറ്റത്തില്ല, അപ്പഴാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് നമ്മൾ എന്നാ വാർ അടിക്കണില്ല, സോറി ഇത് പറഞ്ഞിട്ട് പോകും. പെട്ടെന്നൊരു സോറി ഒക്കെ പറഞ്ഞിട്ട് പയ്യൊക്കെ പോയി. ഇവിടെ അങ്ങനെ റൂൾ ഉണ്ടല്ലേ, വാറടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ സോറി പറയണമെന്ന് പറഞ്ഞു. സോറിക്ക് ഒരു വില ഇല്ലാണ്ടായി പോയി, മനസ്സിലായില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടെ. ഇവന്മാരൊക്കെ പോവും, കുറച്ച് കഴിയുമ്പോഴേക്കും പയ്യെ ഇങ്ങനെ ഇറങ്ങും. ഇല്ല ഇത് പ്രീവാറല്ലേ, പ്രീവാറിന് എന്ത് കൂൾ ഡൗൺ, വാറിനല്ലേ കൂൾ ഡൗൺ. നമ്മള് വാറടിച്ചിട്ടില്ലല്ലോ, നാളെ മറ്റന്നാളോ എല്ലാ ദിവസവും അങ്ങ് അടിക്കാം. വരുന്ന ദിവസങ്ങളിലൊക്കെ കിട്ടുമ്പോ അടിക്കാം. ഇങ്ങനെ കളിക്കാനാണ് പിന്നെ എന്തിലടാ കളിക്കുന്നത് ഒരുമാതിരി പ്രീവാർ പോലത്തെ സിറ്റുവേഷൻ എടുത്തിട്ട് ഇറങ്ങി പോകാനാണ് കളിക്കുന്നത്. ഞാൻ പറയട്ടെ 24 hours കഴിഞ്ഞാലല്ലേ ഒരു സിറ്റുവേഷൻ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഇതാവത്തുള്ളൂ. ഇപ്പൊ 24 hours നാളെ ഇതേ സമയത്തല്ലേ 24 hour ആവുള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് എപ്പോ വേണമെങ്കിലും അടിക്കാം, ഉച്ചയ്ക്കും വൈകുന്നേരം ആർക്കെന്ന് വെച്ചാൽ അടിക്കാം. അവൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സോറി പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം, എന്നിട്ട് കിടന്ന് വണ്ടിയുടെ അകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുണച്ചുകൊണ്ടിരിക്കുന്നു.